കാസർകോട്ടെ കാഞ്ഞങ്ങാട്ടുണ്ടായ CPM ലീഗ് സംഘർഷത്തിൽ വ്യാപാരികൾക്ക് കോടികളുടെ നഷ്ടമുണ്ടായതായി വിലയിരുത്തൽ. വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് പടുത്തുയർത്തിയ സ്ഥാപനങ്ങളാണ് പലർക്കും നഷ്ടമായത്. കാഞ്ഞങ്ങാട് നഗരത്തിൽ മാത്രം 100ഓളം കടകൾക്ക് നേരെയാണ് അക്രമമുണ്ടായത്. അക്രമത്തിനിരയായ സ്ഥാപന ഉടമകൾ ഭൂരിപക്ഷവും കക്ഷി രാഷ്ട്രീയ പ്രവർത്തകരല്ല. എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും തുല്യനിലയിൽ ഇടപെട്ടു വന്ന തങ്ങൾക്ക് കലാപം സമ്മാനിച്ചത് കോടികളുടെ നഷ്ടമാണെന്ന് വ്യാപാരികൾ സാക്ഷ്യപ്പെടുത്തുന്നു. കഠിനാധ്വാനം കൊണ്ട് പടുത്തുയർത്തിയ സ്ഥാപനങ്ങൾ നഷ്ടമായതിന്റെ നടുക്കത്തിലാണ് ഇവിടുത്തെ വ്യാപാര സമൂഹം. 75ഓളം ഷോപ്പാണ് കാഞ്ഞങ്ങാട് തൊട്ട പ്രദേശമായ അജാനൂർ പോസ്റ്റിലും കൂടിയിട്ട് ഇപ്പം നമ്മൾ ഒരു ഏകദേശം എസ്റ്റിമേറ്റ് കണക്കാക്കി 2 കോടി രൂപേൻ്റെ നഷ്ടമാണ് നമ്മൾ ഒരു ഏകദേശം കണക്കാക്കി. പോലീസ് എന്തിനാണെന്ന് പറഞ്ഞാൽ നമുക്ക് സംരക്ഷണം തരേണ്ടതാണ്. അതിന് പകരം ഇത് കണ്ടില്ല എന്ന് നടിച്ചിട്ട് പോകുന്നൊരു ചുറ്റുപാടാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ അക്രമം നടക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായില്ലെന്ന് തുടക്കത്തിലെ ആക്ഷേപമുണ്ടായിരുന്നു. അക്രമികൾക്ക് നഗരത്തിൽ അഴിഞ്ഞാടാൻ പോലീസ് സൗകര്യം ഒരുക്കിയെന്നും പരാതി ഉയർന്നിരുന്നു. കാഞ്ഞങ്ങാട് ശാന്തി പുലരാനുള്ള ഏത് നടപടിക്കും സർവാത്മന പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഇവിടുത്തെ വ്യാപാരി സമൂഹം. ക്യാമറമാൻ ബിജുവിനോടൊപ്പം KV ബൈജു, സൂര്യ ന്യൂസ്, കാസർഗോഡ്.